ഇന്ന് നമുക്ക് റവ കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു അപ്പം ഉണ്ടാക്കാം. അത് രാവിലെ ഒരു 10 മിനിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. തലേദിവസം അരയ്ക്കുകയും പുളിക്കാൻ വയ്ക്കുകയോ ഒന്നും വേണ്ട. അതിന് 1 കപ്പ് റവ എടുക്കുക. അതിലേക്ക് അതേ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഈ റവയൊന്ന് സോക്കാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റവയൊക്കെ കുതിർന്ന് നല്ല പാകമായിട്ടുണ്ട്. ആ റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് ഒരു തക്കാളിയും 2 വറ്റൽമുളകും 3-4 കൊച്ചുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ച മാവ് ഒരു പാത്രത്തിലേക്കിട്ട് അല്പം ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും മാവ് പുളിച്ച് പൊങ്ങി നല്ല റെഡിയാവും. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. മാവൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് കോരി ഒഴിച്ച് നിരത്തി ഒരു മൂടി വെച്ച് മൂടി വേവിക്കുക. ഒരു വശം മൂടി വേവിക്കുക. പിന്നെ മറുവശം തിരിച്ചിട്ട് നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. അപ്പച്ചട്ടിയിലല്ല, ഞാൻ ഇങ്ങനെയാണ് ചുടുന്നത്. അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇന്നലെ അരച്ച് വെച്ചില്ലല്ലോ, പുളിച്ചില്ലല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്നുണ്ടാവും. നമ്മൾ ചായ തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്ന സമയം മതി ഇത് റെഡിയാക്കിയെടുക്കാൻ. ഇതിന് വേറെ ചട്നി ഒന്നും വേണ്ട. വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ, കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ. ഇനി അതല്ല ചട്നി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് വെള്ള ചട്നിയോ സ്റ്റൂവോ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെയാണ് സൗണ്ട് വല്ലാതെ ഇരച്ച് കേൾക്കുന്നത്. പിന്നെ ഈ പിള്ളേരിവിടെ കിടന്ന് ബഹളം വെക്കുന്ന രണ്ടും കൂടി, അതിൻ്റെയും ശബ്ദമുണ്ട്.